ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി തച്ച ഒരു ഔട്ട്ഫിറ്റാണ്. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പോപ്പുലർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ഡ്രസ്സാണ് ഇത്. സ്കേർട്ട് ആൻഡ് ടോപ്പ് മോഡലിലും ചെയ്യാം, ഗൗൺ മോഡലിലും ചെയ്യാം. ഞാനിപ്പോൾ ഗൗൺ ആയിട്ടാണ് ചെയ്തത്. ഇതിന്റെ ബോട്ടം പോർഷൻ വന്നിട്ട് ഞാൻ അംബർല മോഡലാണ് ചെയ്തത്. അത് നോർമലി കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതിന്റെ നെക്ക് പാറ്റേൺ വന്നിട്ടാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു ഷർട്ട് കോളർ മോഡലാണ്, പക്ഷെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. എനിക്ക് ഷർട്ട് കോളർ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് കോളറാണ്, പക്ഷെ ഷർട്ട് കോളർ അല്ല. ഇതിന് എന്ത് പേര് പറയും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ പാറ്റേൺ ക്യാൻവാസിൽ വരച്ചെടുത്തു കേട്ടോ. ആദ്യം മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താത്തിയിട്ട് അവിടെ ജസ്റ്റ് ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് പിന്നെ ഫോൾഡിന്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചകത്തേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ ചരിച്ച് നമുക്ക് എത്ര നെക്ക് ലെന്ത് ആണോ വേണ്ടത് അത്രയും നെക്ക് ലെന്ത് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ചരിച്ചൊരു വര വരയ്ക്കുക, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഇതിങ്ങനെ ഒരു ബോക്സ് ആക്കി എടുത്താണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് താഴേക്ക് മാറ്റിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തതിൽ നിന്ന് കുറച്ച് 2 ഇഞ്ചോ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഇപ്പുറത്ത് മാർക്ക് ചെയ്തതുപോലെ തന്നെ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. നമ്മുടെ നെക്ക് വിഡ്ത്ത് കാര്യങ്ങൾ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ലൈൻസ് വരച്ച് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴെ ലെങ്തിലേക്ക് സെൻറ്റർ പോർഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത്, അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും ചരിച്ച് താഴേക്ക് നമ്മുടെ നെക്ക് ലെങ്തിലേക്ക് ഒരു മാർക്ക് കൊടുക്കുക. സെൻറ്റർ ലൈൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സെൻറ്ററിലൂടെ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സൈഡിൽ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ അലവൻസ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ മെയിൻ തുണിയിൽ വെച്ചിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കോളർ രൂപം കിട്ടും. ഇതിന്റെ ബാക്ക് നെക്ക് ഞാനൊരു വി ഷേപ്പ് ആണ് കൊടുത്തത്. അപ്പൊ ദേ ഈ കാണുന്നത് പോലെ തന്നെ മെയിൻ ഫാബ്രിക് എടുത്തിട്ട് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി വെക്കുക. അതായത് ലൈനിങ് ആദ്യം വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ നമ്മുടെ മെയിൻ ഫാബ്രിക് വെക്കുക. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ക്യാൻവാസിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഇല്ലേ, അതിങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെന്റർ നോക്കി, അതായത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേണിന്റെ സെന്റർ നമ്മുടെ ഷോൾഡറിന്റെ സെന്ററും കൂടി കറക്റ്റ് നോക്കുക. നോക്കിയിട്ട് അതിന് മുകളിലേക്കായിട്ട് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പിന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടൊന്ന് കുത്തി വെച്ചാൽ അതിൽ അനങ്ങാതിരുന്നോളൂ. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വരച്ചെടുത്ത ആ ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചിട്ടില്ല, ആ വരയിൽ നിന്ന് താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വി ഷേപ്പിലൂടെ വരച്ചെടുക്കുക. സെന്ററിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട, താഴേക്ക് സെന്റർ കൊടുത്തിരിക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്യേണ്ട, നമുക്ക് കട്ട് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് കോർണറൊക്കെ കറക്റ്റ് സൂചി നിർത്തിയെടുത്തൊക്കെ കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷനിൽ കുറച്ച് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ബാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ കട്ടുകൾ ഇങ്ങനെ ആ ഒരു കോർണർ സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ടൊരു കട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് സെന്ററിലൂടെ നമ്മളൊരു ലൈൻ വരച്ചില്ലേ, അതിലൂടെ ഒരു കട്ട് കൊടുക്കുക. ഇപ്പൊ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല, അത് വീഡിയോ എടുത്തതിന്റെ ഒരു പ്രശ്നമാണ്. എന്നിട്ട് ആ ഒരു എഡ്ജിന്റെ അവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ച് മറിച്ചിടുമ്പോഴത്തേക്കും ആ എഡ്ജൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് ഒന്ന് അതിന്റെ മണ്ടയിൽ കൂടി ഒന്നുകൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ അത് കറക്റ്റ് ഷേപ്പിലായിട്ട് കിട്ടും. ഇനി നമുക്ക് നെക്ക് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ കോളർ പോലെ കിട്ടും കേട്ടോ. ഇത് സത്യത്തിൽ ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ട് എടുത്തൊരു വീഡിയോ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു നെക്ക് പാറ്റേൺ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാനത് കറക്റ്റായിട്ട് ചെയ്ത് ഇടാം. ഇനി ബാക്കിയൊക്കെ ഞാൻ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിൽ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് നെക്കിൽ, പിന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിബും അറ്റാച്ച് ചെയ്തു. ഇത് കോളർ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡിസൈൻ കൊടുത്തതാണ്, ഞാൻ തന്നെ ഒരു പാറ്റേൺ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇഷ്ടമായോ? ഇതിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് കണ്ടാൽ ഇത് ഞാൻ അവളുടെ 11 മന്തിലെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.